ആ ബില്ലിൽ ഒപ്പിടാനും കേരളത്തിൻ്റെ നിയമസഭയ്ക്കും മുഖ്യമന്ത്രിക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും ഗവർണർക്കും ഒക്കെയുള്ള അധികാരത്തെയും അവകാശത്തെയും ഭരണഘടന വിശദീകരിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 167 പ്രകാരം പ്രധാനമായിട്ടും മുഖ്യമന്ത്രി ഏൽപ്പിച്ച 3 ചുമതലകളിൽ ഒന്ന്, മന്ത്രിസഭ ഏതെങ്കിലും വിധത്തിലുള്ള ഭരണനിർവഹണവും നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശവും ഉണ്ടായാൽ അത് ആ സമയത്ത് തന്നെ ഗവർണറെ അറിയിക്കണം എന്നുള്ളതാണ്. 167A പ്രകാരം നിയമനിർമ്മാണത്തിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അതാത് സമയം ഗവർണറെ അറിയിക്കുക, എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാൻ എന്ന നിലയിലുള്ള ഗവർണറെ അറിയിക്കുക എന്ന ഉത്തരവാദിത്തം മുഖ്യമന്ത്രി കൃത്യതയോടുകൂടി നിർവഹിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 7/8/2023 960 ഭൂപതിവ് നിയമത്തിൽ മാറ്റം വരുത്താനുള്ള ക്യാബിനറ്റിൻ്റെ ആലോചന ആ സമയത്തു തന്നെ ബഹുമാനപ്പെട്ട ഗവർണറെ അറിയിക്കുകയും ചെയ്തു. 167B പ്രകാരം അങ്ങനെ ഒരു ബിൽ ക്യാബിനറ്റ് ചർച്ച ചെയ്ത് നിയമസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ഗവർണർക്ക് ലഭ്യമായാൽ അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയാൽ അതിനുത്തരം പറയാനുള്ള ബാധ്യതയും അനുച്ഛേദം 167 പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ട്. 7/8/2023 ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരട് തയ്യാറാക്കി അതിൻ്റെ വിശദാംശങ്ങൾ ഗവർണറെ അറിയിച്ചിട്ട് 167A പ്രകാരമുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി നിർവഹിച്ചെങ്കിലും 167B പ്രകാരം ഒരു വിധത്തിലുള്ള സംശയങ്ങളും ക്യാബിനറ്റിനോടോ മുഖ്യമന്ത്രിയോടോ ചോദിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ല. എല്ലാവർക്കും അറിയുന്നത് പോലെ ഭൂപതിവ് നിയമത്തിൻ്റെ ഭേദഗതി കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് മുമ്പാകെ സർക്കാർ സമർപ്പിച്ചു. ആ ഭേദഗതി നിയമസഭ ചർച്ച ചെയ്ത് അതിനെ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചു. സബ്ജക്റ്റ് കമ്മിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, ഭരണപക്ഷവും പ്രതിപക്ഷവും ഉള്ളതാണ്. വളരെ വിശദമായി സബ്ജക്റ്റ് കമ്മിറ്റി ആ വിഷയം ചർച്ച ചെയ്തു. സബ്ജക്റ്റ് കമ്മിറ്റി ചർച്ച ചെയ്ത പ്രമേയം വീണ്ടും നിയമസഭയ്ക്ക് മുമ്പാകെ വന്നു. നിയമസഭ വളരെ വിശദമായി ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല, വാക്കും വരിയുമെടുത്ത് പ്രത്യേകമായി സഭയുടെ മുമ്പാകെ അത് അവതരിപ്പിച്ചു. 3 വായനകൾ കേരളത്തിൻ്റെ നിയമസഭയിൽ നടന്നു. 3-ാം വായനയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ ബില്ലിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല, 3-ാമത്തെ വായനയിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. ഞാനിത് പറയാൻ കാരണം ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സമീപ ഭൂതകാലത്ത് കേരളത്തിൻ്റെ നിയമസഭ അംഗീകരിച്ച ഒരു ബില്ലാണ് കേരള ഭൂപതിവ് നിയമം 967 ബന്ധപ്പെട്ട 2023 ഭേദഗതി. സാധാരണ നിലയിൽ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതിൽ നിന്ന് അവസാനിച്ചു. പിന്നെ നിയമസഭയുടെ പ്രോപ്പർട്ടിയാണ് ആ ഭേദഗതി. ആ നിയമം നിയമസഭയുടെ പ്രോപ്പർട്ടിയാണ്. സ്വാഭാവികമായും ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം അതിലൊപ്പിടുക എന്ന ബാധ്യതയ്ക്ക് വേണ്ടി, അതിന് അംഗീകാരം നൽകുക എന്ന ബാധ്യതയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഗവർണറുടെ മുമ്പാകെ കേരളത്തിൻ്റെ നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കിയ ബില്ല് കൊടുത്തയച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം 4 അവസരങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ഗവർണർക്ക്. 1, അദ്ദേഹത്തിന് അത് അംഗീകരിക്കാം. 2, രാഷ്ട്രപതിക്ക് അയക്കാം. 3, ഹോൾഡ് ചെയ്യാം. 4, വീണ്ടും നിയമസഭയുടെ പരിഗണനയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂട്ടി പരിഗണിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് തിരിച്ചയക്കാം. ഇതിലൊരു നടപടിയും അദ്ദേഹം ചെയ്യുന്നില്ല. കേരളത്തിലെ നിയമസഭ പാസ്സാക്കിയ ഈ ബില്ലിൽ ഹോൾഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അനന്തമായി ഹോൾഡ് ചെയ്യാനല്ല. ഭരണഘടന തന്നെ പറയുന്നുണ്ട് ആസ് സൂൺ ആസ് പോസിബിൾ. ഭരണഘടന പറയുന്നതിനെ തെലുങ്കാന വേഴ്സസ് ഗവർണറുമായിട്ടുള്ള കേസിൽ സുപ്രീം കോടതി കുറേ കൂടി കൃത്യമാക്കി. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹോൾഡ് ചെയ്യാനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അനുച്ഛേദം 200-നെ അപായപ്പെടുത്തി ദീർഘകാലം അത് കോൾഡ് സ്റ്റോറേജിൽ വെക്കാനുള്ള ഒരു അധികാരവും കേരളത്തിൻ്റേതല്ല, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെയും ഗവർണർക്കില്ല. ഗവർണർക്ക് തിരിച്ചയക്കാം. അനുച്ഛേദം 200 പ്രകാരം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂട്ടിച്ചേർത്ത് തിരിച്ചയക്കാം. അത് നിയമസഭ ചർച്ച ചെയ്ത് ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അംഗീകരിക്കുകയോ അതല്ല നിയമസഭയ്ക്ക് തോന്നുന്ന പക്ഷം ഈ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കേണ്ട എന്ന് കരുതി നേരത്തെയുള്ള ഭേദഗതി തന്നെ അംഗീകരിച്ച് തിരിച്ച് ഗവർണർക്ക് അയച്ചാൽ പിന്നെ വേറെ ഒരു സാധ്യതയും ഗവർണറുടെ മുമ്പിലില്ല.
ഒപ്പിടണം, അതല്ലാതെ മറ്റൊരു ഒരു ഒരു സാധ്യതയും ഗവർണറുടെ മുമ്പിലില്ല. ഞാൻ വളരെ വിചിത്രമായി തോന്നിയൊരു കാര്യം, സഭ പാസാക്കിയ ബില്ല് സഭയുടെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഗവർണറും നിയമസഭയും തമ്മിലുള്ള നടപടികളാണ് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത്. അതിൽ സർക്കാരിന് പ്രത്യേകിച്ചൊരു കാര്യവും നിർവഹിക്കേണ്ടതില്ല. നിയമസഭ പാസാക്കിയ ഒരു ബില്ലിൽ സർക്കാരിനോട് വിശദീകരണം ചോദിക്കാൻ ഒരു അവകാശവും ഭരണഘടനാപരമായി കേരളത്തിലെ ഗവർണർക്കില്ല. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ഒരു ഗവർണർക്കുമില്ല. അദ്ദേഹത്തിന് അനുച്ഛേദം 200 അനുസരിച്ച് കഴിയുന്ന പ്രവൃത്തികളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എങ്കിലും അദ്ദേഹത്തിന് അക്കാദമികമായി അല്ലെങ്കിൽ വളരെ പോസിറ്റീവായി ഏതെങ്കിലും ഈ ബില്ലിലെ ഒരു വിഷയത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി കേരളത്തിനോട് ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കുന്നതിൽ ഭരണഘടനാപരമായൊരു ബാധ്യതയില്ലെങ്കിലും സർക്കാരിനതിൽ വിരോധമില്ല. ഒരു അക്കാഡമിക് സ്പിരിറ്റിൽ അത്തരമൊരു ചർച്ചയ്ക്ക് ആവശ്യമെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്താനും കേരളത്തിന് വിരോധമില്ല. കാരണം വളരെ തറവാണ് കേരളം എന്ന് മാത്രമല്ല, ഇത് മലയോര കർഷകരുടെ പാവപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇക്കാര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥയിൽ സംശയം തോന്നി ഏതെങ്കിലും ഒരു ഫയലിൽ ഗവർണറുടേതായ ഒരു സംശയവും ഗവർണർ ചോദിച്ചിട്ടില്ല. സാധാരണ നിലയിൽ ഗവർണറുടെ മുമ്പിൽ വരുന്നൊരു പരാതി പരിശോധിക്കാൻ പറഞ്ഞ് സെക്രട്ടേറിയറ്റിൽ അയച്ചാൽ അതൊരു റുട്ടീൻ നടപടിയാണ്. ഗവർണർ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതൊരു പുതിയ കാര്യമല്ല. അദ്ദേഹം ആ വെല്ലുവിളി തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹം ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനായി പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാം. പക്ഷെ ഭരണഘടനയെ വെല്ലുവിളിക്കരുത്. ഗവർണർ ഭരണഘടനയാണ് വെല്ലുവിളിക്കുന്നത്. ഈ ഭരണഘടനയുടെ ഏതനുച്ഛേദം ഉപയോഗിച്ചാണ്, ഏത് നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ പ്രവർത്തിക്കാൻ ഗവർണറെ പ്രേരിപ്പിക്കപ്പെടുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ ഒരു ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഗവർണറുടെ പിന്നിൽ നിൽക്കുന്നത് ആരൊക്കെയാണ് എന്ന് പരിശോധിക്കേണ്ടി വരും. മലയോര മേഖലയിലെ ഒരു ജനതയുടെ വികാരത്തെ തുടർന്ന് അവതരിപ്പിക്കപ്പെട്ട ഒരു ബില്ലാണിത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ 1960 ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായി 64 മുതൽ ആരംഭിച്ച വിവിധങ്ങളായ ചട്ടങ്ങൾ പ്രകാരം ഏതാവശ്യത്തിനാണോ ഭൂമി നൽകപ്പെട്ടത് അതല്ലാതെ മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വിവിധ കോടതി വിധികൾ വന്ന സാഹചര്യത്തിൽ ഒരു ആശുപത്രി കെട്ടിടം പണിയാനാകുന്നില്ല, ഒരു സ്കൂൾ കെട്ടിടം പണിയാനാകുന്നില്ല, എന്തിനേറെ പറയുന്നു ജലനിധിയുടെ ഭാഗമായിട്ടുള്ള ഒരു ടാങ്ക് പോലും സ്ഥാപിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധി നിൽക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ എത്രയോ വർഷമായി ദുരിതമനുഭവിക്കുന്ന ഇടുക്കിയിലെയും കേരളത്തിലെയും മലയോര മേഖലയിലെ കർഷകരുടെ ഒരാവശ്യം നിറവേറ്റുക എന്ന പ്രകടന പത്രികാ വാഗ്ദാനം കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കി. ഇത് ഒരു ചരിത്ര സംഭവമാണ്. അതിനെ ഇത്ര ഭരണഘടനാ വിരുദ്ധമായി ഇടപെടുന്നൊരു നടപടിക്ക് ജനാധിപത്യ കേരളം പൊറുക്കില്ല എന്നു തന്നെ മനസ്സിലാക്കേണ്ടി വരും. മലയോര കർഷകരുടെ വലിയ വികാരം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരും. ഗവർണർ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റായ അഭിപ്രായ പ്രകടനം നടത്തി കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ബോധപൂർവമായിട്ടുള്ള പുകമറ സൃഷ്ടിക്കാനും ശ്രമിച്ചാൽ യഥാർത്ഥത്തിൽ ഇക്കാര്യം ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടി ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ബഹുമാനപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷം നമ്മളെല്ലാവരും ഒരുമിച്ച് നടത്തിയ ഈ സഭയുടെ പ്രോപ്പർട്ടിയായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഈ ബില്ല് ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിൽ എടുത്തു വെച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഗവർണറുടെ നിലപാടിൽ തങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് പരസ്യമായി പ്രതികരിക്കേണ്ട ഒരു ഘട്ടമെത്തിയിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എത്ര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ മലയോര കർഷകരുടെ അഭിമാനത്തെയും അവരുടെ അവകാശത്തെയും സംരക്ഷിക്കാൻ നിയമസഭയിൽ ഒരുമിച്ച് നിന്നതുപോലെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നാണ് പ്രതിപക്ഷത്തിനോടുകൂടി ഞങ്ങളുടെ അഭ്യർത്ഥന. ഇപ്പോൾ ഭൂപതിവ് നിയമത്തിൻ്റെ ഭേദഗതി ഞാൻ വൈകിക്കുന്നത് സർക്കാർ ഏതോ വിധത്തിലുള്ള വിവരങ്ങൾ നൽകാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് എന്ന് ഗവർണർ പറയുന്നുണ്ടല്ലോ. ഗവർണർ മറുപടി പറയണം. അങ്ങനെയെങ്കിൽ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ 2023 ഭേദഗതിയിൽ ഒപ്പിടാത്തതിൻ്റെ കാരണം എന്താണ്? കേരളത്തിൽ ഇന്ന് 2,56,841 ഭൂപതിവ് ഭൂതരം മാറ്റ അപേക്ഷകൾ 4 ഫോമുകളിലായി നിൽക്കുന്നുണ്ട്. 1,11,000 ഓൺലൈനിൽ പരിഹരിച്ചു. പക്ഷേ 27 RDOമാർ മാത്രമാണ് ഇതിൻ്റെ സൈനിങ് അതോറിറ്റി. അവരെത്ര പരിശ്രമിച്ചാലും 27 പേർ ഒപ്പിട്ട് ഈ പ്രശ്നം തീർക്കാനാകില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ
RDO എന്നതിനെ 2028 നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ 2018 ഉണ്ടായ ഭേദഗതി ഉൾപ്പെടെയുള്ള നിയമത്തിലെ RDO എന്നതിലൊരു നിർവചനം കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഡെപ്യൂട്ടി തഹസിൽദാരിൽ താഴെയല്ലാത്ത സർക്കാർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥൻ അതിലെന്താണ് ഒപ്പിടാൻ ബഹുമാനപ്പെട്ട ഗവർണർക്ക് തടസ്സമുണ്ടാകുന്നത്? അത് വളരെ ബോധപൂർവമല്ലേ? അങ്ങനെ വന്നാൽ ആ നിയമ ഭേദഗതി അംഗീകരിക്കപ്പെട്ടാൽ 69 കേന്ദ്രങ്ങളിൽ ഒരേ സമയം തരം മാറ്റ നടപടികൾ ആരംഭിക്കും. ഞങ്ങളെല്ലാം കൊണ്ടും തയ്യാറാണ്. ജൂനിയർ സൂപ്രണ്ടുമാരെ 67 പേരെ പ്രൊമോട്ട് ചെയ്ത് 181 പുതിയ ഉദ്യോഗസ്ഥന്മാരെ ക്ലർക്കുമാരായി എടുത്തു. ഇവരെ 2 പേരെയും കൂട്ടി 250 റവന്യൂ ഉദ്യോഗസ്ഥന്മാരും 120 സർവേയർമാരും 220 വാഹനങ്ങളുമായി അതിവേഗം തരം മാറ്റാനുള്ള നടപടി ഞങ്ങൾ കാത്തു നിൽക്കുന്നത് ഗവർണറോടൊപ്പാണ്. RDO ഈ ആക്റ്റിൽ, ഈ നിയമത്തിൽ സർക്കാർ തീരുമാനിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ വരെയുള്ള ഉദ്യോഗസ്ഥനാകാമെന്ന് പറയുന്നത് കൊണ്ട് എന്ത് വിരോധമാണ് കേരളത്തിലെ ഗവർണർക്കുള്ളത്? അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ പല വിധത്തിലുള്ള ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ചട്ടുകമായി കേരളത്തിലെ ഗവർണർ മാറുന്നു എന്ന ദുഃഖകരമായ വസ്തുതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഗവർണറെ പോലെ ബഹുമാന്യനായ ഒരാൾ, അദ്ദേഹം ഏതൊക്കെ പാർട്ടിയിൽ പോയതാണെങ്കിലും പാർലമെൻറ്റിൽ അംഗമായും മന്ത്രിയായും ഒക്കെ പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് റൂൾസ് ഓഫ് ബിസിനസ് ഞങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിയമസഭയുടെ ചട്ടങ്ങളോ ഭരണഘടനയോ ഞങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ആ ഭരണഘടനയുടെ ഏതനുച്ഛേദവും ഏതു വകുപ്പും ഉപയോഗിച്ചാണ് ഇങ്ങനെ ചോദിച്ചത് എന്നും ആരുടെ പേരിലാണ് നേരിട്ട് ഗവർണർ തന്നെ ഈ കാര്യം ചോദിച്ചിട്ടുണ്ടോ എന്നും വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാകണം. ഞങ്ങളിതിനെയൊന്നും ഗൗരവമായി കാണുന്നില്ല. കാരണം ഇത് ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാനുള്ള നടപടിയെടുത്തിരിക്കുകയാണ്. അക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ തന്നെ ഗവൺമെൻറ് പോയിട്ടുണ്ട്. ഞാൻ ഇത്ര അപമാനകരമായിട്ടുള്ള തെറ്റായൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞ സാഹചര്യത്തിൽ മാത്രമാണ് ഇങ്ങനെയൊരു പ്രതികരണത്തിന് തയ്യാറായത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം. ഗവർണറുടെ തെറ്റായ അഭിപ്രായ പ്രകടനമാണ്. കാരണം ഗവർണറുടെ മുമ്പിൽ വരുന്നൊരു പരാതി സാധാരണ നിലയിൽ സർക്കാരിനോട് ചോദിക്കാം. അതും ബില്ലൊപ്പിടുന്നതും തമ്മിലൊരു ബന്ധമില്ല. ബില്ലൊപ്പിടുന്നത് ഭരണഘടനാപരമായൊരു ബാധ്യതയാണ്. അത് അനുച്ഛേദം 200 പ്രകാരമുള്ളതാണ്. അതിലെ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് നിറവേറ്റാം, അതിലൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന 100 കണക്കിന് പരാതികൾ പല വിധത്തിൽ പലയിടങ്ങളിലേക്ക് അദ്ദേഹം അയച്ചു കൊടുക്കും. അതിനുള്ള മറുപടി സെക്രട്ടേറിയറ്റിൽ ബന്ധപ്പെട്ട വഴികളിലൂടെ പോയി അങ്ങനെ തന്നെ മറുപടി പറയും. ഇതുമായി ബന്ധപ്പെട്ട് പരാതികളിൽ നിന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതോ അദ്ദേഹത്തിന് വായിച്ച് നേരിട്ട് മനസ്സിലായതോ നിയമപരമായ സാധ്യതകൾ വെച്ചോ ഏതെങ്കിലും വിധത്തിൽ ഗവർണർ നേരിട്ടൊരു വിശദീകരണം ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ ഗവർണർക്ക് ഭരണഘടനാപരമായ അവകാശമില്ല. അങ്ങനെ ചോദിച്ചാൽ ഒരു അക്കാഡമിക് സ്പിരിറ്റിൽ താല്പര്യം കൊണ്ടാണെങ്കിൽ ഞങ്ങളത് ഏറ്റെടുക്കും. അങ്ങനെ സർക്കാർ മുമ്പാകെ ഗവർണർ നേരിട്ട് ചോദിച്ചിട്ടുമില്ല. പരാതിയിൽ ചോദിച്ചതിന് മറുപടി പരാതിയുടെ വഴിയിൽ തന്നെ നടന്നു പോകും. സാധാരണ എത്രയോ പരാതികളിൽ ഗവർണർ ചോദിക്കുന്നുണ്ട്, ആ നടപടികളൊക്കെ നടന്നു പോകും. പരാതിയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഒപ്പിടുള്ളൂ എന്ന് പറയാൻ നമ്മളൊരു ഭരണഘടനയുടെ കീഴിൽ നിൽക്കുന്നവരല്ലേ? ഇത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ക്ലബ്ബല്ലല്ലോ. ഇത് ഭരണഘടന എന്ന ഒരു അധികാര കേന്ദ്രത്തെ ആസ്പദമാക്കി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗവർണറെ ബഹുമാനിക്കുന്നത്. വീണ്ടും ഞാൻ പറഞ്ഞല്ലോ ഏത് പ്രൊഫഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ബില്ലിൽ ഒപ്പിടണമെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടണമെന്ന് പറയുന്നത് ഗവർണർ നേരിട്ട് ചോദിച്ചു. ഗവർണറുടെ അഭിപ്രായമായി ഇന്നലെ ഇങ്ങനെ സംഘടനകൾ ചോദിച്ചിരിക്കുന്നു, അതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത്? ചോദിക്കാൻ ഒരു അധികാരവുമില്ല. എങ്കിലും ഞങ്ങൾക്കത് മനസ്സിലാകും. ആരെങ്കിലും കൊടുത്ത അപേക്ഷയുടെ പുറത്ത് പരിശോധിക്കാൻ പറഞ്ഞൊരു കുറിപ്പ് എഴുതിയിട്ട് അതുകൊണ്ട് മലയോര കർഷകർ ഇത്ര കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിന് ഏതെങ്കിലും വിധത്തിൽ ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ബോധപൂർവം ശ്രമിച്ചാൽ അങ്ങനെയൊന്നും അത് വിലവെച്ച് പോകാൻ കരുതുന്നതല്ല. ഞങ്ങളുടെ പ്രശ്നം മലയോര കർഷകരുടെ ജീവനാണ്. അതിനുവേണ്ടി ഏതർത്ഥത്തിലും നിലകൊള്ളും. അത് കേരളത്തിൻ്റെ പൊതുവികാരമായി മാറും.